സ്കൂളുകളിലെ ബാക്ക് ബെഞ്ചസ് പരിഷ്കരണത്തിന് പഠനത്തിനായി വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സമിതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചായിരിക്കും തുടർ നടപടി. ബാക്ക് ബെഞ്ചേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെ ഉണ്ടാക്കാൻ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യു റൗണ്ടിലായാൽ എന്താ, അങ്ങനെ ആയാൽ നമുക്ക് ടീച്ചറിന് അങ്ങറ്റം വരെ പോകുന്നതിന് വേണ്ടിയും എല്ലാ കുട്ടികൾക്കും അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയും കഴിയും. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, ഒരുപക്ഷെ ഞാനോ ശാന്തനോ ഒക്കെ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന വിളിപ്പേര് എപ്പോഴെങ്കിലും ഒക്കെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എന്തായാലും ഇനിയുള്ള കുട്ടികൾക്ക് അത് വേണ്ട എന്ന ഒരു ആലോചനയാണ് വിദ്യാഭ്യാസ മന്ത്രിയെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക്, ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് നയിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഏതായാലും കേട്ടിടത്തോളം വളരെ നല്ല ഒരു ആശയമാണ് എന്ന് തോന്നുകയും ചെയ്തു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആരും പുറകിലല്ല, എല്ലാവരും ഒപ്പമാണ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുക തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ പരാമർശത്തിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ബാക്ക് ബെഞ്ചേഴ്സ് എല്ലാ കാലത്തും ഒന്നിനും കൊള്ളാത്തവരാണ്, അല്ലെങ്കിൽ പഠനത്തിൽ പുറകിലുള്ളവരാണ് എന്നുള്ള ഒരു രീതി, ഒരു ധാരണയുണ്ട് പൊതുവെ എല്ലാവർക്കും. അതിൽ നിന്ന് മാറ്റം വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുവേണ്ടി ആണ് ഇപ്പോൾ ക്ലാസ് മുറികളിൽ വലിയ മാറ്റം, ഇപ്പോൾ പാഠ്യപദ്ധതിയിലെല്ലാം വലിയ മാറ്റം എപ്പോഴും വരുത്തുന്നതിന് വലിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആൾ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. അതാണ് ഇപ്പോൾ ക്ലാസ് മുറികളിലെ ഇരിപ്പിടത്തിൽ കൂടി ആ മാറ്റം വരണം എന്നുള്ള ഒരു ആശയത്തിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഇരിപ്പിടം ഒരാൾക്ക് പുറകെ ഒരാൾ എന്നുള്ള രീതിയിൽ നിന്നും മാറി അവരെ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു എന്ന് തോന്നുന്ന വിധത്തിലേക്ക് യു ഷേപ്പിൽ ഉള്ള ഒരു ഇരിപ്പിടം തയ്യാറാക്കാൻ ക്ലാസ് മുറികളിൽ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിനെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് ആ പരമ്പരാഗത രീതി മാറി ഒരു പുതിയ രീതിയിലേക്ക് ക്ലാസ് മുറികൾ മാറുക എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി അത്തരമൊരു ആശയം കൊണ്ട് ലക്ഷ്യമിടുന്നത്. അത് നടപ്പാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം ഒരു ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നത്. അതിനുള്ള ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കും. അതിന് നിലവിൽ സാങ്കേതിക തടസ്സങ്ങളും മറ്റ് പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്, പക്ഷേ അവയെല്ലാം മാറ്റിയെടുക്കുന്നതിനും ശ്രമിക്കും, അതിന് കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ക്ലാസ് മുറികളുടെ വലുപ്പം അല്ലെങ്കിൽ ഡെസ്ക് ബെഞ്ചുകളുടെ രീതി, ഇപ്പോൾ നിലവിലുള്ള രീതി, അതിൽ മാറ്റം വരുത്തുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക ചെലവ്, അവയെല്ലാം പരിശോധിച്ച് വിദഗ്ധമായ ഒരു പുതിയ ക്ലാസ് മുറികളിലേക്ക് മാറ്റം വരുത്താൻ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ആശയത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ലക്ഷ്മി, ശാന്തകുമാർ വെള്ളാലത്താണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.